ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നേ ഇവൾക്കൊരു തൈറോയിഡിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അതായത് ഇവളിങ്ങനെ തടി കൂടി വരിക, കണ്ടില്ലേ? ഞാനും ഭയങ്കര സ്ലിം ബ്യൂട്ടിയും ഇവളിങ്ങനെ തടി കൂടി വരിക. അപ്പോൾ തൈറോയിഡിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവൾ മെഡിസിന് 100 കഴിക്കുന്നത്, 100 കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 15 ആയിരുന്നു, പിന്നെ ഇവൾക്ക് കൂടുതലായിട്ട് തൈറോയിഡ് കാണിച്ചപ്പോൾ പിന്നെ 100 കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സിയാപ്പി ഇത് ഉറങ്ങുകയാണ്. ഞങ്ങളെ ഉണർത്തണം, ഉണർത്തിയിട്ട് വേണം പോവാൻ. സിയാപ്പി ഉറങ്ങുകയാണ്. അപ്പം ഇനി അവളെ എടുക്കണം, എടുത്തിട്ട് വേണം പോവാൻ. അപ്പോൾ അവിടെ നിന്ന് കാണാം. അങ്ങനെ ഇതാ ചേട്ടൻ ഇതാ ഡോറൊക്കെ ലോക്ക് ചെയ്യാണ്. ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുക. ചാവി പോക്കറ്റിൽ കേട്ടോ. അതിപ്പോൾ ഒരു ഫാം കാണട്ടെ ഗൈസ്. ഇതേ ആ കാണുന്ന ഫാമില്ലേ, ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് മെമ്മറീസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ +1 +2 പഠിക്കുന്ന ടൈമിൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല, ഫാം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ വന്നായിരുന്നു. അങ്ങനെ ഇതാ എടപ്പാളിലുള്ള പ്രീമിയറിലേക്കാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ സിയാപ്പീനെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ പ്രീമിയർ എന്ന് പറയുന്നത് പഴയ ബിൽഡിംഗ് ആയിരുന്നു. ഇപ്പോൾ അവരിതാ പുതിയൊരു ബിൽഡിംഗ് ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ഇതാണ് ആ ബിൽഡിംഗ്. പിന്നെ എന്താ, സിയാപ്പി നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് നല്ല ഹാപ്പി മൂഡായിട്ടുണ്ട്. ഞാനും സിയാപ്പിയും കൂടിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ലാബിലേക്ക് കയറിയിട്ടോ. അവിടുത്തെ ഇൻറ്റീരിയറൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആംബിയൻസ്, നല്ലൊരു പോസിറ്റീവ് മൂഡ് നമുക്ക് തരും. ഇതാരാ പൊന്ന, ഇതാരാ? കൃഷ്ണനാ ഗൈസ്? ഇതാണ് നമ്മുടെ കൃഷ്ണനാണ്ടില്ലേ ഗൈസ്? അങ്ങനെ ഗൈസ് ഞങ്ങളെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇനി അടുത്തെന്താ പരിപാടി? നമ്മളെങ്ങോട്ട് പോവാ? ഇത് പറ, അതൊക്കെ എങ്ങോട്ടാ പോണ്ട്? നമ്മളിങ്ങ എങ്ങോട്ടാ പോണ്ട്? എവിടേക്കാ വന്ന് പറഞ്ഞേ? എവിടേക്ക്? എവിടേക്കാ? നെസ്റ്റോളിക്കാ? നെസ്റ്റോളിക്ക് പോണാ? പോണാ? നമ്മളെങ്ങോട്ടാ പോണേ? ആ, സിയാപ്പിക്ക് ഡ്രസ്സും ചേഞ്ച് ചെയ്യും. നമുക്ക് ഈ ഡ്രസ്സ് ഇടാം. പോവാ? എന്താ പറ്റി? ഉഷു കാലുമുറിയായ
അങ്ങനെ ഗൈസ് നമ്മുടെ സിയാപ്പി ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ചായി സുന്ദരിയായ ചുന്ദരിയായ ചുന്ദരിയായ ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങിക്കാൻ പോകാമല്ലോ പറഞ്ഞോ ആരേത് എങ്ങനെ ദേശം അങ്ങനെ മോളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. ആൾ ഭയങ്കര ആക്റ്റീവായി. ഇപ്പോൾ നെക്സ്റ്റ് നിന്ന് മറ്റേ ഡെലുലു സോങ് കേട്ടപ്പോൾ പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. ആൾ ഭയങ്കര ഡാൻസിലാണ്. ഇടയ്ക്ക് ഭയങ്കര അക്രമമാണ് കേട്ടോ. ഡാൻസിൻ്റെ ഇടയിൽ മാന്തുക, പിച്ചുക, മൂക്ക് പിടിച്ച് വലിക്കുക, സ്നേഹപ്രകടനം ഭയങ്കര വേദനയാണ്. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് വരുന്ന വഴി ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. സിയാപ്പിനായിട്ട് തെറ്റിയിട്ട് കിടക്കുകയാണ്. ആൾക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് നേരം നിന്നു. പിന്നെ വരുന്ന വഴി റോഡ് വർക്ക് എടുക്കുന്നതുകൊണ്ട് പൊടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനാളെ ബാക്കിലോട്ട് ഇരുത്തി ചിഞ്ചുവിൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ പിന്നെ ആൾ എൻ്റെ അടുത്ത് തെറ്റിയിട്ട് കിടക്കുകയാണ്. പിന്നെ പതുക്കെ അത് ഓക്കെ. ആൾ ഈ ഫോട്ടോസ് കാര്യങ്ങൾ ഇങ്ങനത്തെ പിക്കോൾ ചെറിയ കുട്ടികളുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ പോയിട്ട് ഉമ്മ വയ്ക്കുക, കെട്ടിപ്പിടിക്കുക, ഇടയ്ക്ക് ഇരിക്കുന്ന ചീത്തകൾ കൂട്ടാ. കാരണം ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഷോപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടാവില്ലേ പുറത്ത്. അപ്പോൾ അതൊക്കെ പോയിട്ട് ഉമ്മ വയ്ക്കുമ്പോൾ ഞാൻ ചീത്ത പറയും, പൊടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കണ്ണ് വെട്ടിച്ച് മൂപ്പര്, ഞാൻ ഉള്ളപ്പോൾ സൈലൻ്റാണ്. ഇടയ്ക്ക് ഇവർ പുറത്ത് പോകുമ്പോഴും പിന്നെ ഞങ്ങൾ 3 പേരുള്ളപ്പോഴും എൻ്റെ കണ്ണ് വെട്ടിച്ച് ഇടയ്ക്ക് പോകും. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആൾ സൈലൻ്റ് ആവുകയും ചെയ്യും. പരാതികളാണ്, എന്നും പരാതികളാണ്. അത് അവളെ പറ്റിയിട്ട് എന്നോട് പരാതി പറയും, എന്നെ പറ്റിയിട്ട് അവളോട് പരാതി പറയും. അങ്ങനെ ഇതാ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ പോണ വഴിയാണ് മീനൊക്കെ കണ്ടത്. അപ്പം മീൻ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിതാ സീഡി മുള്ളനാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സീഡി മുള്ളൻ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ അത് കട്ട് ചെയ്തിട്ടാണ് ഇത് മേടിക്കുന്നത് കേട്ടോ.